സിനിമയിലെ ബോക്സ് ഓഫീസ് റെക്കോർഡുകളെല്ലാം തിരുത്തിക്കൊണ്ട് കുതിക്കുകയാണ് എമ്പുരാൻ. മലയാള സിനിമയിൽ ആദ്യമായി 250 കോടി ക്ലബിലെത്തിയ സിനിമ എന്ന ചരിത്ര നേട്ടമാണ് എമ്പുരാൻ സ്വന്തമാക്കിയിരിക്കുന്നത്. റിലീസ് ചെയ്ത് വെറും 10 ദിവസത്തിനുള്ളിലാണ് ഈ നേട്ടം എന്നുകൂടി ഓർക്കണം. ഈ വിജയത്തോടെ മലയാള സിനിമയിലെ ബോക്സ് ഓഫീസ് കിങ് താൻ തന്നെയാണ് തെളിയിച്ചിരിക്കുകയാണ് മോഹൻലാൽ. ഒരു മോഹൻലാൽ ചിത്രത്തിന് ശരാശരിക്ക് മുകളിൽ അഭിപ്രായം വന്നാൽ പോലും തിയേറ്ററുകളിൽ മികച്ച കളക്ഷൻ നേടാനാകും എന്ന് പറയാറുണ്ട്. ഇത് വെറുതെ പറയുന്നതല്ല എന്ന മലയാള സിനിമയിലെ ബോക്സ് ഓഫീസ് കളക്ഷനുകളുടെ ചരിത്രം എടുത്താൽ മനസ്സിലാകും. ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രി ഹിറ്റ് സ്വന്തം പേരിലാക്കിയ നടനാണ് മോഹൻലാൽ എന്ന് പറയുന്നത് വെറുതെ അല്ല. ഒരേ സമയം അഭിനയ മികവിനൊപ്പം തന്നെ തിയേറ്ററുകളിലേക്ക് ആളെ കയറ്റാനുള്ള കഴിവ് കൂടിയുള്ള ചുരുക്കം നടന്മാരെ നമുക്കുള്ളൂ. അതിൽ മുന്നിലാണ് മോഹൻലാൽ എന്നത് തർക്കമില്ലാത്ത വിഷയമാണ്. സിനിമ ഒരു വ്യവസായമാണെന്നതിനാൽ തന്നെ അഭിനയ മികവിനൊപ്പം തന്നെ ഒരു താരം കൊണ്ടുവരുന്ന ബിസിനസ്സും പ്രധാനമാണ്. 1988 ചിത്രത്തിലൂടെ തുടങ്ങിയ മോഹൻലാലിന്റെ തിയേറ്റർ കുതിപ്പാണ് എമ്പുരാനിൽ എത്തി നിൽക്കുന്നത്. മലയാള വാണിജ്യ സിനിമയുടെ തലവര മാറ്റിയെഴുതിയ നടനാണ് മോഹൻലാൽ എന്ന് പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല. കേരളം പോലെ ഒരു ചെറിയ സംസ്ഥാനത്ത് റിലീസ് ചെയ്യുന്ന മലയാള സിനിമയുടെ കളക്ഷന് പരിധികളുണ്ട് എന്ന് കണക്കുകൂട്ടലുകളെ പലതവണ പൊളിച്ചെഴുതിയ താരമാണ് മോഹൻലാൽ. ഒരു വർഷത്തിലേറെ തിയേറ്ററിൽ പ്രദർശിപ്പിച്ച സിനിമകൾ ഉണ്ടായിട്ടും ഭീമമായ തുക കളക്ട് ചെയ്യുക എന്ന പ്രക്രിയ പലപ്പോഴും നടക്കാറുണ്ടായിരുന്നില്ല. എന്നാൽ മോഹൻലാൽ നായകനായി എത്തിയ 1988 റിലീസ് ചെയ്ത ചിത്രം എന്ന സിനിമയാണ് ഈ അവസ്ഥയ്ക്ക് മാറ്റം കൊണ്ടുവന്നത്. അന്ന് 44 ലക്ഷം രൂപയായിരുന്നു ചിത്രത്തിന്റെ ബജറ്റ്. എന്നാൽ ഒരു വർഷം തുടർച്ചയായി തിയേറ്ററിൽ പ്രദർശിപ്പിച്ച ചിത്രം 4 കോടിയിലേറെയാണ് കളക്ട് ചെയ്തത്. കേരളത്തിൽ നിന്ന് മാത്രമാണ് ഈ നേട്ടം. ബോക്സ് ഓഫീസ് അടക്കി വാഴാനുള്ള മോഹൻലാലിന്റെ കുതിപ്പിന്റെ തുടക്കം മാത്രമായിരുന്നു ഇത്. 3 വർഷത്തിനു ശേഷം 1991 വീണ്ടും മോഹൻലാൽ ബോക്സ് ഓഫീസിൽ ചരിത്രം സൃഷ്ടിച്ചു. മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ട് തന്നെയായിരുന്നു ഇതിന് പിന്നിൽ. 60 ലക്ഷം രൂപ ബജറ്റിൽ ഒരുങ്ങിയ കിലുക്കം 5 കോടി രൂപ കളക്ട് ചെയ്തു. 2 വർഷത്തിനു ശേഷം വീണ്ടും ഒരു ലാൽ മാജിക്കിലൂടെ ബോക്സ് ഓഫീസിൽ കളക്ഷൻ റെക്കോർഡ് പിറന്നു. 30 ലക്ഷത്തോളം രൂപ ചെലവിട്ടൊരുക്കിയ മലയാള സിനിമയിലെ ക്ലാസിക്കുകളിലൊന്നായ മണിച്ചിത്രത്താഴ് 7 കോടി രൂപയാണ് കളക്ട് ചെയ്തത്. 1995 മോഹൻലാൽ ആക്ഷൻ ഹീറോയായി എത്തിയ സ്ഫടികം നേടിയത് 8 കോടി രൂപയാണ്. 75 ലക്ഷം രൂപയായിരുന്നു ഈ ചിത്രത്തിന്റെ മുടക്കുമുതൽ. 5 വർഷത്തിനു ശേഷം മലയാള സിനിമ അന്ന് വരെ കണ്ടിട്ടില്ലാത്ത ബ്രഹ്മാണ്ഡ ഹിറ്റിനാണ് എല്ലാവരും സാക്ഷ്യം വഹിച്ചത്. 2000 പുറത്തിറങ്ങിയ നരസിംഹം 1 കോടി രൂപ ചെലവിലായിരുന്നു ഒരുക്കിയിരുന്നത്. കോടിക്കണക്കിൽ രണ്ടക്കം പിന്നിട്ട നരസിംഹം 22 കോടി രൂപയാണ് കളക്ട് ചെയ്തത്. മുടക്കുമുതലിന്റെ 20 ഇരട്ടിയിലേറെയാണ് ചിത്രം അന്ന് സമ്പാദിച്ചത്. പിന്നീട് അങ്ങോട്ട് മലയാള സിനിമയിലെ ബിസിനസ് തന്നെ മാറ്റിമറിച്ച വർഷങ്ങളായിരുന്നു. 2001 റിലീസ് ചെയ്ത രാവണപ്രഭു തിയേറ്ററിൽ നിന്ന് 17 കോടി രൂപ വാരി. ലാലിനെ കൂടാതെ മറ്റു താരങ്ങളും തിയേറ്ററിൽ നിന്ന് നേട്ടം കൊയ്തു. 2004 വീണ്ടും മോഹൻലാൽ ബോക്സ് ഓഫീസ് താരപദവി തിരിച്ചുപിടിച്ചു. ഫാമിലി ഡ്രാമയായ ബാലേട്ടനിലൂടെ 14 കോടി രൂപ നേടി ലാലേട്ടൻ വീണ്ടും ഞെട്ടിച്ചു. മലയാള സിനിമ എന്നല്ല, ലോക സിനിമയിലെ തന്നെ അത്ഭുതമായ 2020 സംഭവിക്കുന്നത് 2008 ഒരു സിനിമ ഇൻഡസ്ട്രിയിലെ ഭൂരിഭാഗം താരങ്ങളെയും അണിനിരത്തിയുള്ള സിനിമ ഇതിനു മുൻപോ ഇതിനു ശേഷമോ സംഭവിച്ചിട്ടില്ല. സൂപ്പർ താരങ്ങളായ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ദിലീപ്, ജയറാം എന്നിവരെ ഒന്നിച്ചൊരുക്കിയ 2020 കളക്ഷൻ റെക്കോർഡുകളെല്ലാം ഭേദിച്ചു. 32 കോടി രൂപയാണ് സിനിമ അന്ന് കളക്ട് ചെയ്തത്. 2013 മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് ജാതകം തിരുത്തി കുറിക്കുന്നത്, അതും ഒരു മോഹൻലാൽ ചിത്രത്തിലൂടെ തന്നെ. ആദ്യത്തെ 50 കോടി ക്ലബ് സിനിമയായ ദൃശ്യം ആ വർഷമാണ് പുറത്തിറങ്ങുന്നത്. അതിർത്തികൾ പിന്നിട്ട് കുതിച്ച ചിത്രം ആകെ കളക്ട് ചെയ്തത് 75 കോടി രൂപയാണ്. 2020 32 കോടി കളക്ഷൻ എന്ന റെക്കോർഡ് തകർത്ത ദൃശ്യം മലയാള സിനിമയുടെ ബിസിനസിന് പുതിയ വഴി തുറന്നിട്ടു. 2016 പുറത്തിറങ്ങിയ പുലിമുരുകൻ 100 കോടി 150 കോടി ക്ലബിൽ കയറിയ ആദ്യ മലയാള ചിത്രമായി മാറി. മലയാള സിനിമയ്ക്ക് എത്തിപ്പിടിക്കാവുന്ന കളക്ഷന് പരിധികളില്ല എന്ന വെളിപ്പെടുത്തൽ കൂടിയായിരുന്നു ഈ ചിത്രം. 2019 ബോക്സ് ഓഫീസ് താരപദവി ഒരു ഇടവേളയ്ക്ക് ശേഷം മോഹൻലാൽ തിരിച്ചുപിടിച്ചു ലൂസിഫറിലൂടെ. ലൂസിഫർ തിയേറ്ററിൽ നിന്ന് മാത്രം 127 കോടി രൂപയാണ് കളക്ട് ചെയ്തത്. 2025 എമ്പുരാനിലൂടെ മോഹൻലാൽ ബോക്സ് ഓഫീസ് കിങ് എന്ന് ഉറപ്പിച്ചു. തിയേറ്ററിൽ കളക്ഷൻ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചാണ് എമ്പുരാൻ മുന്നേറ്റം നടത്തിയത്. റിലീസ് ചെയ്ത് വെറും 40 മണിക്കൂർ കൊണ്ട് 100 കോടി ക്ലബിലെത്തിയ എമ്പുരാൻ മഞ്ഞുമൽ ബോയ്സിന്റെ 72 ദിവസം കൊണ്ട് സൃഷ്ടിച്ച റെക്കോർഡാണ് 10 ദിവസം കൊണ്ട് തകർത്തത്. 2019 പുറത്തിറങ്ങിയ ലൂസിഫറിന്റെ 2ാം ഭാഗമായെത്തിയ എമ്പുരാൻ മലയാളത്തിലെ ആദ്യത്തെ 250 ക്ലബ് കോടി എന്ന ലേബലും പിന്നിട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കണക്കുകളിൽ നിന്നെല്ലാം വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. മറ്റു താരങ്ങൾക്ക് അപൂർവമായി മാത്രം ലഭിക്കുന്ന വിജയങ്ങൾ
പലകുറി ആവർത്തിക്കാൻ കഴിഞ്ഞ ഏക നടൻ മോഹൻലാൽ മാത്രമാണ്.